ഹരേ കൃഷ്ണ. എൻ്റെ വിനീതമായ പ്രണാമം. ഞാനിപ്പോൾ നിൽക്കുന്നത് നേപ്പാളിൽ മസ്റ്റാങ് എന്ന സ്ഥലം. ജോംസോം ആണ് അതിൻ്റെ ഇനിയൊരു പേര്. വേദങ്ങളിൽ അല്ലെങ്കിൽ പുരാണങ്ങളിൽ ഈ സ്ഥലത്തിൻ്റെ പേര് ശാലഗ്രാം എന്നാണ്. ഗണ്ഡകി നദിയുടെ തീരത്താണ്. എൻ്റെ പുറകെ ഹിമാലയൻ റേഞ്ചസ്, അതിലും പ്രത്യേകിച്ച് അന്നപൂർണി, ധൗലഗിരി എന്ന് പറയുന്ന പർവ്വത നിരകളുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അതിസുന്ദരമായ സ്ഥലം. മുക്തിനാഥ് എന്ന ദിവ്യദേശവും ഇവിടെ അടുത്തുണ്ട്. ഈ ഗണ്ഡകി നദി വേറെ ഒന്നുമല്ല, തുളസി ദേവിയുടെ ദേഹമാണ്. ഇതിൽ ഭഗവാൻ ശാലഗ്രാമായിട്ട് ഉണ്ട്. ഇപ്പം എൻ്റെ പുറകെ നിങ്ങൾക്ക് വലിയൊരു ശാലഗ്രാം കാണാം. പക്ഷെ ഇത് നാച്ചുറൽ അല്ല. എന്നാൽ ഇവിടെ ഇരുന്ന് 60 കിലോമീറ്റർ അകലെ യാത്ര ചെയ്താൽ സാൽഭേണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇത്രയും വലിയ ഭീമാകാരമായ ശാലഗ്രാം കാണാൻ സാധിക്കും. ഈ ഗണ്ഡകി നദിയിൽ ഭഗവാൻ ശാലഗ്രാം രൂപത്തിൽ നിരവധി അവിടെ ഉണ്ട്. ശാലഗ്രാം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കല്ലാണ്. ഈ കല്ലിൽ വജ്രകീടം എന്ന് പറയുന്ന ഒരു ബഗ് അകത്ത് കയറി പല പല രൂപങ്ങൾ അത് സൃഷ്ടിക്കുകയും അതിൽ ഭഗവാൻ ശാശ്വതമായി കുടികൊള്ളുകയും ചെയ്യുന്നു. വിഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു സ്ഥപതി അതിനെ ഉണ്ടാക്കുകയും അതിനകത്ത് ഭഗവാനെ, ദൈവത്തിനെ ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ശാലഗ്രാമിലും ഭഗവാൻ ശാശ്വതമായി കുടികൊള്ളുന്നുണ്ട്. അതിസുന്ദരമായ സ്ഥലം. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം.